രാവിലെ കുളിച്ചൊരുങ്ങി പൂവും വെച്ച് പോകുന്നത് മലയാളപ്പുഴ അമ്പലത്തിൽ പൊങ്കാലയിടാൻ വേണ്ടിയാണ്. ഇന്നാണ് ആ ദിവസം. ആദ്യമേ നമ്മൾ അമ്പലത്തിൽ പോയി ഭണ്ഡാര അടുപ്പിൽ അരി ഇട്ടിട്ട് തിരിച്ച് നമ്മൾ ഇന്നലെ പിടിച്ച സ്ഥലത്തിൻ്റെ അവിടെ വരെ 8 മണി ആകുമ്പോഴേ ദീപം കത്തിക്കത്തുള്ളൂ. അമ്പലത്തിൻ്റെ 4 or 5 സൈഡിലോട്ട് പൊങ്കാലയാണ്. എന്താ ഇതാണ് ഞങ്ങളുടെ മുരുകന്റെ കട. ഇവിടുന്നാ ഞങ്ങൾ ചായയും വടയും വാങ്ങിക്കുന്നത്. ഇത് മറ്റൊരു വടക്കട. സത്യം പറഞ്ഞാൽ പത്തനംതിട്ടയിൽ വടക്കട മുട്ടി നടക്കാൻ വയ്യ. തുടങ്ങുന്നത് 8 മണിക്കാ. 8 മണി ആവുമ്പോഴാണ് അവിടെ തുടങ്ങുന്നത്. അവിടുന്ന് ദീപം ഇവിടെ എത്തണം. രാവിലെ തന്നെ റോഡിന്റെ 2 സൈഡിലും അടുപ്പ് കൂട്ടി സ്ഥലം പിടിച്ചവരുണ്ട്. സ്പീഡിൽ വന്ന എല്ലാവരും നല്ല ക്ലാരിറ്റി ഉണ്ട്. നിപ്പുണ്ട്. എൻ്റെ കോച്ച് വന്ന് നിപ്പുണ്ട്. എൻ്റെ കോച്ച് വന്ന് നിൽപ്പുണ്ട്. അങ്ങോട്ട് നീക്കുന്നു. എൻ്റെ കോച്ച് വന്ന് നിപ്പുണ്ട്. ആരാ 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 ഞങ്ങളുടെ സ്ഥലത്ത് പിടിച്ചത്? ആരാ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് പിടിക്കുന്നേ? സ്ഥലമൊക്കെ കൊണ്ടുവന്ന് എടുക്കണോ? സാധനത്തിന് ചേച്ചി എന്നാ പോയി തൊഴുതിട്ടേ അരി അവിടെ ഇട്ടിട്ട് വാ, എന്നിട്ട് നീ പോവാന്നോ? ആ, അല്ല ഇവിടെ ഇത്ര സാധനം ഇരിക്കല്ലേ. അരി ഭണ്ഡാര അടുപ്പിലിടാൻ പോവാണേ. മേക്കപ്പ് കൂടുതലാണോ ചേച്ചി? കഴിവ് മൊത്തം എടുക്കാൻ പറ്റിയില്ല, സമയമില്ല. നമ്മള് സാധനം എല്ലാം അവിടെ ഇറക്കിയിട്ട് അമ്പലത്തിൽ പോവാം. ഭണ്ഡാര അടുപ്പിൽ അരി ഇടാൻ വേണ്ടി. എന്നിട്ട് തൊഴുതിട്ട്, തിരക്കില്ലെങ്കിൽ തൊഴുതിട്ട് അകത്ത് കയറി തൊഴണം. തിരക്കുണ്ടെങ്കിൽ പുറത്ത് നിന്ന് തൊഴാനേ പറ്റത്തുള്ളൂ. തിരിച്ച് വന്നിട്ട് വേണം നിധിയെ വിടാൻ. രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ സാധനം എല്ലാം എടുത്തോണ്ട് പോകും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ചെരിപ്പടിച്ച് മാറ്റിക്കൊണ്ട് പോയി. എന്തോ ചെയ്യണമെന്ന് അറിയാമോ? അവിടെ അവിടെ ഞെക്കണം. ഈ ഞെക്കിയില്ല. സത്യം പറഞ്ഞാൽ നേരത്തെ 2 സൈഡിലും സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് വരും. ഇവിടെ മലയാളപ്പുഴ സ്റ്റാൻഡ് വരുക. നേരത്തേക്ക് 2 സൈഡിലും തിരക്കായിരുന്നു. ഇത്തവണ ആള് പോലും ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. സ്വാഗതം ചെയ്യുന്നു. കിഴക്കേ പൊങ്കാല അടുപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ദയവേത് അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണം. വാഹനങ്ങളുടെ സുഗമമായ പോക്കിന് തടസ്സമായി നിൽക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് ആ അടുപ്പ് തിരക്കായതുകൊണ്ട് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. പുറത്തുനിന്ന് തൊഴുതതേ ഉള്ളൂ. ആർട്ടിസ്റ്റ് അല്ല, സോറി, ആർട്ടിസ്റ്റ്. ഞങ്ങളിവിടെ മൊത്തം ഇങ്ങ് ഏറ്റെടുത്തു. ഇതെല്ലാം മാറ്റുന്ന കാര്യമാണ്.
വെച്ചിട്ട് ദാണ്ട് ഈ ഒരു പാളയടപ്പെടുത്ത് വെച്ചിട്ട് അത് കമത്തി അടച്ച് വെക്കും. അടച്ചങ്ങ് വെക്കുവാറുണ്ടോ മണ്ട? ആ, കമത്തി അടച്ച് വെക്കുക. എന്നിട്ട് ഒരു വിറക് കൊള്ളി, പൊടി വീഴാതിരിക്കാൻ ഇനി ആ വിറക് കൊള്ളി കൂടെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ തവി എടുത്ത് വെക്കുക. തവി ഉണ്ട് ഇതിൻ്റെ. ഇനി അപ്പോൾ പൊടി അടിക്കത്തില്ലല്ലോ, മനസ്സിലായോ? അടുത്തത് അവിടെ അലൂമിനിയം കലത്തിലൊക്കെ ഉണ്ട്. ഇതൊക്കെ കയ്യിൽ നിന്ന് പോകല്ലോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കലാവിരുതുണ്ട്. ബാക്കി ചന്ദനം കൂടി ചേർക്കട്ടെ. ഇതൊക്കെ പോടി കരി, ചൂടല്ല കരി. അമ്മ പറയും അമ്മയ്ക്ക് ഡിസൈനിലെ കല വരുന്നേ കൊണ്ടുപോകാനൊന്നും വീട്ടില്ല. സാമ്പാർ വെക്കാൻ ഞാൻ പറഞ്ഞു ഇനി കറിയുടെ അളവ് നോക്കിയിട്ടേ ഇനി ഞാൻ പൊങ്കാല പറയാന്ന്. ഈ സൈഡിൽ നിന്ന് എടുക്കും. ആ കലം അടച്ച് വെച്ചില്ല, ഇനി രണ്ടുപേരും അടച്ച് വെച്ചു. ഞങ്ങളുടെ ചേച്ചി നിന്നെ വരുവാറുണ്ട്. ചിരിപ്പുണ്ടല്ലേ വിഷമേ എന്റെ ചേച്ചിയാന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, എനിക്ക് വണ്ണം വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ സാരി എടുക്കുമ്പോ എനിക്ക് അമ്മ ചിരിക്കും. ഈ പൊട്ടും മേളത്തെ ഇതെല്ലാം അതായിരിക്കും. ആരാ ഒരിക്കൽ അടയ്ക്കടയ്ക്ക് പാള വെച്ചടയ്ക്ക് കണ്ടോ? ഞാൻ എല്ലാം നിനക്കും കൂടി ചെയ്തത് കണ്ടോടി. നമുക്ക് അന്നേരം വെള്ളം ഒഴിക്കുമ്പോൾ ശരിയാക്കാം. ചെറിയ ഷോട്ടാക്കി കട്ട് ചെയ്താൽ മതി. മാറ്റിട്ടുണ്ടല്ലോ. നടന്നില്ല എന്ന് പറയുമ്പോൾ മലയാളപ്പുഴ മഹാദേവിയുടെ മുന്നിൽ ഭൂമിയായി മാറുന്ന ഒരു സമയമാണ്. മകരപ്പൊങ്കാല ആ മകരപ്പൊങ്കാല മാറ്റാനുള്ള സാഹചര്യത്തെ കുറിച്ച് പല ആളുകൾക്കും എന്ന് പറഞ്ഞ് കേരളത്തിൽ ഭാഗത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് ക്ഷണിച്ചു. അദ്ദേഹം പൂവ് ഞാൻ ഇറുത്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് അവൾക്ക് കോപ്പ വേണമെന്ന് പറഞ്ഞത് ഞാൻ എടുത്ത്, ഗ്ലാസ് വേണമെന്ന് പറഞ്ഞതിനെ എടുത്ത് മാറ്റിയതാ. തീരത്തൊന്നും ഇല്ല, ഇതുണ്ട് 5. പൊങ്കാല പുണ്യം നുകരുവാനായി ഓരോ ഭക്തയിടങ്ങളും അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു ചെറിയ കമ്പെടുത്ത് തന്നെ അതിന് കാറ്റിനൊക്കെ പോകാൻ പറയണേ. കത്തിച്ചോ?
പോവാന്നോ? കത്തിച്ചത് അമൽനീരദ് ലൈവ് ഇടണോ? ലൈവ് ഇടാ. ഞാൻ ഫോൺ തരട്ടെ. തരട്ടെന്നില്ലല്ലോ മറ്റേ ഫോൺ. എങ്ങനെ ഫോണാണ് തരുക? ലൈവ് പറയുന്നതെല്ലാം കിട്ടും. കട്ട് ചെയ്തെടുക്കും. നമ്മളിപ്പോൾ മൊത്തം ലൈവ് കഴിഞ്ഞു. ഇത്രയും മേടിക്കാൻ വലിയൊരു പാത്രം ഒരു പാത്രത്തിൻ്റെ പിള്ളത്തിനില്ല. ഒരിക്കൽ താഴം റൂട്ടിലേക്ക് ഭദ്രദീപം എത്തിയിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ദയവായി പോയിട്ടുള്ള സന്നദ്ധ സേവകർ അഭ്യർത്ഥിക്കുകയാണ്. അടുപ്പുമായി പോയിട്ടുള്ള സന്നദ്ധ അതല്ല റൂട്ടിലേക്ക് എത്തിക്കണമെന്ന് ദേവനാമയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കുക. ബ്ലോഗർ പൊങ്കാല ഇടുന്നത് കാണാം. ലൈവാണ്. അടുപ്പുകളും ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തോർത്തിന് 10 രൂപ വില. അതൊന്നും എടുത്തേ. ആ വാഹനം കിഴക്കുളം റൂട്ടിലേക്ക് എത്തി തോർത്ത് വരുന്നുണ്ട്. തോർത്ത് പൊങ്കാല തോർത്ത് അഭിയേട്ടൻ തോർത്തിൻ്റെ വില ചോദിച്ചു. എന്നിട്ട് പുള്ളി മേടിച്ചില്ല. പാവം പിടിച്ച മനുഷ്യനെ പറ്റിച്ചു കിട്ടും. ചേച്ചിയുടെ എന്നല്ലോ പിന്നെ ഫോണിൽ കിടക്കുന്നതാ. അത് കിടക്കട്ടെ. വീശി തരണം. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാ അഖിലേട്ടനും കിട്ടിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് തോർത്ത് മേടിക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ച വില ചെയ്തിട്ട് പറ്റിക്കുന്ന ചേട്ടൻ്റെ വാച്ച് ലൈവിന് ഒരാളെ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇട്ടോണ്ട് ഇപ്പൊ 5 പേരുണ്ടായിരുന്നു ലൈവിന്. എത്തിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങളോ മറ്റ് അസുഖമുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മലയാളപ്പുഴ സവാള അടിഞ്ഞ് പഠിക്കും. ഹെൽമെറ്റ് വെക്കണോ? ഭാഗത്തായിട്ട് വീഡിയോ ഇങ്ങനെ നേരെ പിടിച്ചെടുക്കുക. ഇല്ല വലുതാണ്. യൂട്യൂബിൽ ഇടണ ചാരിറ്റി എടുക്കണം. യൂട്യൂബിൽ ഇടണം. ഇവിടെ നിപ്പ കണ്ടിട്ട് അതിൻ്റെ ചത്തുപോയിട്ട് ഏകദേശം വന്നു കഴിഞ്ഞിട്ട് ഓടിക്കോണം അങ്ങോട്ട്. എന്തിനാ സ്ഥലം പിടിക്കും. അവിടെ എന്ത് അപ്പൊ ഇതുണ്ടാക്കുന്നതോ ഇതാർക്കാ? ഇതാവാൻ കാണത്തില്ല. ഞാനെല്ലാം കൂപ്പൺ എടുത്തില്ലെങ്കിൽ അവർ ആദ്യം കൂപ്പൺ നോക്കും. പിന്നെ പൊങ്കാല എന്താ ചെയ്യാനാ? അമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അമ്മയുടെ
ഞാൻ പറഞ്ഞത് ആ കത്തി ഇത് ഞാൻ എടുക്കട്ടെ എന്നിട്ട് പറയട്ടെ നാട്ടുകാരോട് വെറുതെ അഭിനയം മാത്രമേ ഉള്ളൂ അമ്മയെ കത്തിക്കുന്നത് ഇന്നത്തെ അരി ഇട്ടോ അവിടെ തീ കത്തിയില്ല പതുക്കെ മതി എനിക്ക് വലിയ തീർത്തി വെച്ചിട്ട് ഞാൻ എവിടെയും പോകുന്ന സിനിമ കാണാൻ പോകുന്നില്ല പതുക്കെ മതി ഇവിടെ കഴിച്ചോളാം നിങ്ങളിടുന്നു ഇതാ കോമഡി അമ്മ അധികം അടി താത്തിളക്കിയാലേ കാലം അരി വെന്തോ നോക്കണം കണ്ടിക്കട്ടെ പാലുണ്ട് വേറെ ഉണ്ട് ഇതിട്ട് ഇച്ചിരി ചുമ്മാ കാണില്ലേ അല്ല കുഴപ്പമില്ല വേറെ ഉണ്ട് ഇത് നിന്നെ കിട്ടുന്നില്ലടി ഇരിക്ക കത്തി പോവല്ലോ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേടി കളയാൻ പറ്റില്ല ഇതിനകത്തിടല്ലേ അതിനകത്തല്ല ആർക്കാടി ഇവിടെ തണുക്കുന്നേ പുതച്ചോണ്ട് പോകുന്നുണ്ടോ പുള്ളി പോണോ രണ്ട് വാട്സപ്പ് ഉണ്ട് സിമ്മല്ലേ ഉള്ളു വൈഫൈ എടുക്കാമല്ലോ അതിനകത്ത് ഇരുന്നിട്ടേ എനിക്ക് സൂര്യനെ പറ്റുന്നില്ല ജീവിത വന്ന പൊങ്കാലിൽ നീതിയും തളിച്ചിട്ട് പോയതിനു ശേഷം അന്നദാനത്തിന് പോയി. സത്യം പറഞ്ഞാൽ നല്ലതുപോലെ ടയർഡായി. ഏകദേശം 2 മണി 2:15 അടുത്തു. തിരിച്ച് വീട്ടിൽ പോകണം. അമ്മയെ കൊണ്ടുവന്ന് കിരവള്ളൂ വരണം. ചെന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉറങ്ങണം. മാത്രമല്ല നാളെ ഒരു ലോങ് ജേണി ഉണ്ട് തൃശ്ശൂരേക്ക്. അതിൻ്റെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും പാക്കിങ്ങും വേറെ. അപ്പോൾ ഓക്കെ, ബൈ.